പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ സിനഗോഗിൽ ഒരു മഹോദര രോഗിയുണ്ടായിരുന്നു. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണത്. ഒരു രോഗി അവിടെ ഉണ്ടായിരുന്നു. മനുഷ്യർക്കെല്ലാം അയാളൊരു രോഗി മാത്രമായിരുന്നെങ്കിൽ കർത്താവിന് അയാൾക്ക് മകനായിരുന്നു, സ്വന്തമായിരുന്നു. അവിടെ വ്യത്യാസം വരണേ. കർത്താവ് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവന് സൗഖ്യം കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? സാബത്ത് ദിവസമാണ്. ഇവന് സൗഖ്യം കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവർ മിണ്ടുന്നില്ല. കാരണം അവർക്ക് ആ മനുഷ്യൻ വെറുമൊരു രോഗി മാത്രമാണ്, വെറുമൊരു രോഗി മാത്രം. ആ സമയത്താണ് കർത്താവ് ചോദിക്കണേ. ഇവരുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ ആ ഒരു സത്യം തിരിച്ചറിയുന്ന കർത്താവ്, സ്നേഹമില്ലായ്മ തിരിച്ചറിയുന്ന കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സാപത്തിൽ നിങ്ങളുടെ പുത്രനോ പുത്രിയോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട്? നിങ്ങളുടെ മകന്, നിങ്ങളുടെ മകൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഒരാൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വളർത്തുമൃഗത്തിന് ആപത്ത് സംഭവിക്കുമ്പോൾ അതിനെ സാപത്താണോന്നൊന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് പോവില്ലല്ലോ. ഈ ഒരു സ്നേഹം നിറച്ചുകൊണ്ടാണ് കർത്താവ് ആ രോഗാവസ്ഥയിലായിരിക്കുന്ന മകന് ഒരാൾക്ക് സൗഖ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുക. വലിയ വ്യത്യാസമാണെന്നത്. നമ്മളുടെ കൺമുന്നിൽ കാണുന്ന മനുഷ്യരെ പ്രിയപ്പെട്ടവരായി എന്നാണോ ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്, അന്ന് മാത്രമേ നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റുള്ളൂ. വചനം നമ്മൾക്ക് തരുന്ന വലിയൊരു നിയോഗം അതാണ്. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം, സുവിശേഷം പ്രസംഗിക്കണം, പിശാചുകളെ പുറത്താക്കണം, രോഗികളെ സുഖപ്പെടുത്തണം. നിങ്ങൾ പോകുന്നിടത്തൊക്കെ നിങ്ങൾ രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യപ്പെടുകയും ചെയ്യും. ഇത്ര കാലമായിട്ട് ഒരാളെ സുഖപ്പെടുത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ മകനാണ്, എൻ്റെ മകളാണെന്നുള്ള ചിന്തയോടുകൂടെ അവന് വേണ്ടിയുള്ള ഉള്ളുലഞ്ഞ പ്രാർത്ഥന നടത്തുന്ന നേരത്ത് മാത്രമേ സ്വർഗത്തിൻ്റെ സൗഖ്യവും അനുഗ്രഹവും നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവനിലേക്ക് ഇറങ്ങി വരുള്ളൂ. യാക്കോബ് അപ്പോസ്തലനാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസത്തോടുകൂടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ആ വിശ്വാസം ഇതാണ്. കൂടെ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ്. കർത്താവെ, നോക്കിയേക്കണേ, ഒന്ന് സൗഖ്യപ്പെടുത്തണേ. ഈ ഉള്ളുലഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കാനായിട്ട് സ്വർഗത്തിന് പറ്റില്ല. നേരെ മറിച്ച് അവിടെ കിടക്കുന്ന ഒരു രോഗി, കർത്താവെ, ആ രോഗിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പരിചയമില്ലാത്ത, ഒരു അടുപ്പമില്ലാത്ത ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരില്ല. ഇത് എൻ്റെ പ്രിയപ്പെട്ട ഒരാളാണ് തമ്പുരാനെ എന്നുള്ള നെഞ്ചുലഞ്ഞ ഒരു സങ്കടത്തോടുകൂടി, ഒരു നീറ്റലോടുകൂടെ അവൻ്റെ തലയിലൊന്ന് കൈവച്ച് നോക്കി. ബോനെ വെഞ്ചൂരെ, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അടുത്ത് മനുഷ്യർ വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, നിങ്ങൾക്ക് സുഖമുണ്ടാവട്ടെ, സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഈ പ്രാർത്ഥന, ഈ വാക്കല്ല പ്രധാനപ്പെട്ടത്. അസീസിയിലെ വിശുദ്ധൻ്റെ കണ്ണിൽ നിന്ന് ആ സമയത്ത് ഉതിർന്നു വീഴുന്ന കണ്ണീരുണ്ട്. അയാളുടെ കൈ സ്പർശിക്കുമ്പോൾ ഇവർക്കൊരു ഉൾപ്പുളകമുണ്ടാകുന്ന വിധത്തിൽ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്നേഹമുണ്ട്. എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ബോനെ വെഞ്ചൂരെ, നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവട്ടെ. ഈ വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥനയാണ് രോഗിയെ സുഖപ്പെടുത്തുന്നതെന്നറിയണം. പിന്നെ മുഗൾ രാജവംശത്തിലെ ആ ഒരു കഥ നമ്മൾ ഒന്ന് ഓർക്കണമെന്നുള്ളതാണ്. ബാബറാണ് ഹുമയൂണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ സ്വന്തം മകനിങ്ങനെ മരണക്കിടക്കയിൽ കിടക്കുന്ന നേരത്ത് ആകാശങ്ങളിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമേ. എന്നിട്ട് ഈ കട്ടിലിന് ചുറ്റും, സ്വന്തം മകൻ എൻ്റെ ഈ മരിക്കാൻ കിടക്കുന്ന ഈ കട്ടിലിന് ചുറ്റും ഇയാളിങ്ങനെ വലം ചുറ്റുന്നുണ്ട്. 3 തവണ വലം ചുറ്റുമ്പോഴുമുള്ള പ്രാർത്ഥന ഇതാണ്, എൻ്റെ ജീവൻ എടുത്തിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണമേ. കുടിപ്പകകളുടെ മാത്രം കഥകളുള്ള മുഗൾ രാജവംശത്തിൽ ഇതുപോലൊരു കഥ വളരെ റെയറാണെന്നേ. ഈ 3-ാം പ്രാവശ്യം ഈ അപ്പൻ കട്ടിലിന് വലം ചുറ്റുന്ന നേരത്ത്, 3-ാം പ്രാവശ്യം പ്രാർത്ഥന കഴിയുന്ന നേരത്ത്
എൻ്റെ ജീവൻ എടുത്തിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരിക എന്ന ആ പ്രാർത്ഥന 3-ാം വട്ടം അവസാനിക്കുന്ന നേരത്ത്, 3-ാം വട്ടം വലം ചുറ്റിത്തീരുന്ന നേരത്ത് ഈ മനുഷ്യൻ നിലത്തേക്ക് വീഴുന്നു, മരണത്തിലേക്ക് പോകുന്നു. ആ സമയം മരണത്തിലേക്ക് പോയിരുന്ന കുഞ്ഞ് ജീവനിലേക്ക്, കുഞ്ഞ് ഹുമയൂൺ ജീവനിലേക്ക് തിരികെ വരുന്നു. എന്തൊരു സ്നേഹത്തോടുകൂടെയാണ് കർത്താവ് മനുഷ്യരോട് ഇടപെട്ടിരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അവൻ്റെ കൈകളിൽ നിറയെ ഇങ്ങനെ സ്നേഹസ്പർശമായിരുന്നു. അവൻ തൊട്ടവർക്കൊക്കെ അത് അനുഭവിക്കാൻ പറ്റിയിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ മനുഷ്യർ പിന്നെ അവനെ വിട്ടിട്ട് പോവാതിരുന്നേ. കർത്താവ് തൊട്ട മനുഷ്യർക്ക് പിന്നീട് അവനെ വിട്ടിട്ട് പോവാൻ പറ്റാത്ത വിധത്തിൽ ആ സ്നേഹം എന്നെ വശീകരിക്കുന്നു എന്നൊക്കെ അപ്പോസ്തലൻ വചനത്തിലൂടെ നമ്മൾ ഓർമ്മ. വശീകരിക്കുന്ന സ്നേഹം. പുരാനെ ഈ ഒരു സ്നേഹം ഒന്ന് അനുഭവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയാണ് പറയണത്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഒരു പെൻസിൽ മാത്രമാണ്, അവിടത്തേക്ക് ഇത് വെച്ച് എന്ത് വേണേലും എഴുതാം, ഞാൻ വെറുതെ ഒരു ഉപകരണം മാത്രമാണെന്ന് പറയുന്ന വിശുദ്ധ. ഈ നഴ്സുമാരെയൊക്കെ വളരെ ആദരവോടും അസൂയയോടും കൂടെയൊക്കെ നോക്കാറുണ്ട്. ഇവർ തൊടുമ്പോൾ ഈ മനുഷ്യർക്ക് സൗഖ്യം ഉണ്ടാവും. എന്തൊരു സുഹൃതം നിറഞ്ഞ ജീവിതമാണത്. ഇവർ വെറുതെ ഒന്ന് തൊടുമ്പോൾ ഈ മനുഷ്യർക്ക് സൗഖ്യം ഉണ്ടാവും. പലരും ഇങ്ങനെ ശാരീരികമായിട്ടെന്നുള്ളതിനേക്കാൾ മാനസികമായിട്ടുള്ളൊരു ഹൈപ്പ് കിട്ടിയിട്ടാണ് ഇവർ പോകണേ. ഈ നഴ്സുമാരൊക്കെ സ്വന്തം അപ്പനെ പോലെ, സ്വന്തം അമ്മയെ പോലെ, സ്വന്തം സഹോദരങ്ങളെ പോലെ പരിചരിക്കുമ്പോഴാണ് അവർക്ക് ആ സൗഖ്യം കിട്ടുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറുതെ ഡ്യൂട്ടിക്ക് വേണ്ടി മാത്രം വരികയും പണത്തിന് വേണ്ടി മാത്രം ഈ ഒരു സർവീസ് എന്ന പേരിൽ ഈ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന പലരുടെയും അടുത്ത് വന്നു പോകുന്ന പേഷ്യൻസ് അവർ സങ്കടത്തോടെ തന്നെയാണ് തിരിച്ചു പോകണേ, തളർച്ചയോടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ നമ്മുടെ പല ഹോസ്പിറ്റലുകളിലും ആളുകൾ വന്നിട്ട് ഇങ്ങനെ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഇതുപോലെ സ്വന്തമാണെന്നുള്ള തോന്നലിൽ ആകാശങ്ങളിലേക്ക് മിഴികളുയർത്തിയുള്ള പ്രാർത്ഥനയിൽ അവരെ തൊടുന്ന കുറച്ച് സിസ്റ്റേഴ്സിൻ്റെ ഇങ്ങനെ വലിയ സ്നേഹത്തോടുകൂടെയുള്ള സൗഖ്യ ശുശ്രൂഷ കൊണ്ട് തന്നെയാണ്. ബ്രാനെ, ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ സ്നേഹം ഇങ്ങനെ അനുഭവിച്ചറിയാൻ, അങ്ങയുടെ സ്നേഹം ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന മനുഷ്യരാകാൻ, അങ്ങനെ ഈ ലോകം മുഴുവൻ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്കും ഞങ്ങൾ തൊടുന്നവർക്കുമൊക്കെ സ്വർഗത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വലിയ കൃപ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടം നിറവേറ്റാനായി, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിയോഗം നിറവേറ്റാനായി, നിങ്ങൾ പോയി രോഗികളെ സുഖപ്പെടുത്തുവിനെന്നുള്ള അവിടുത്തെ ആജ്ഞ നിറവേറ്റാനായി കർത്താവെ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ അടിമുടി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ സൗഖ്യ സ്പർശനത്തിനായി, ഈശോയുടെ സ്നേഹത്തിൻ്റെ ഉപകരണങ്ങളായി മാറ്റാനുള്ള വലിയ പ്രാർത്ഥന സമർപ്പിച്ചു നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനസ്സും അടുത്തു തുടങ്ങിയ സമയങ്ങളിൽ ആ ഗുരു ഇങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ ദേവാലയത്തിൻ്റെ പടിയിൽ ഒരു ദരിദ്രനിരിക്കുന്നത് കാണുന്നു. ആ ഭിക്ഷക്കാരനോട് അടുത്ത് ചെന്നിട്ട് തലകുനിച്ച് ഗുരു പറയുന്നുണ്ട്, എന്നെ ഒന്ന് ആശീർവദിക്കാവോ. അമ്പരന്നിരിക്കുന്ന ഇയാളോട് ഈ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആർക്കും ആരെ വേണമെങ്കിലും ആശീർവദിക്കാം, ഉള്ള നിറച്ച് സ്നേഹം ഉണ്ടായാൽ മതി. ആശീർവാദത്തോടെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാരമൊഴിഞ്ഞ മനസ്സോടെ ഈ ഗുരു തിരിച്ചു പോകുന്നുണ്ട്. ഈ രാത്രിയിൽ മനസ്സുകൊണ്ടെങ്കിലും ആരെയെങ്കിലുമൊക്കെ ഒരുപാട് സ്നേഹത്തോടെ ആശീർവദിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഈ ഒരു രാത്രി ഞാൻ ഓർത്തെടുക്കുന്ന പലരുടെയും സൗഖ്യത്തിൻ്റെ രാത്രിയായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ,
സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.